എല്ലാവർക്കും നമസ്കാരം. നോയ് ദ ബൈബിൾ എന്ന എപ്പിസോഡിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് ഉത്തമഗീതത്തിൽ നിന്നാണ്, അതായത് സോങ് ഓഫ് സോങ്സ് അല്ലേ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്കറിയാം അതിൻ്റെ എഴുത്തുകാരൻ ആരാണ്? കിങ് സോളമൻ അല്ലേ. ശലോമോൻ രാജാവാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇതിന് 8 അധ്യായങ്ങളാണുള്ളത്. അപ്പോൾ ഇതെന്താണ്? ഇത് ഗീതമാണ് അല്ലേ, എന്ന് വെച്ചാൽ കവിത എന്ന് വേണമെങ്കിൽ പറയാം, പ്രേമ കവിതയെന്നോ ലവ് സോങ് എന്നൊക്കെ വേണമെങ്കിൽ നമ്മൾക്കിതിനെ വിശേഷിപ്പിക്കാം. അപ്പോൾ ഈ ശലോമോൻ രാജാവ് എന്ന് പറയുന്ന വ്യക്തി എന്താണ്? ജ്ഞാനികളിൽ ജ്ഞാനിയായിരുന്നു അല്ലേ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജ്ഞാനം എവിടത്തോളം എത്തിയിരിക്കുകയാണ്? പാട്ടുകൾ എഴുതുന്നതിൽ പോലും അദ്ദേഹത്തിന് അഗാധമായ ജ്ഞാനമുണ്ടായിരുന്നു. 1-2 പാട്ടുകളൊന്നുമല്ല, അല്ലെങ്കിൽ 8 പാട്ടുകളൊന്നുമല്ല അദ്ദേഹം എഴുതിയത്. അദ്ദേഹം എഴുതിയ പാട്ടുകളെക്കുറിച്ച് 1 രാജാക്കന്മാരുടെ പുസ്തകം അതിന് 5-ാം അധ്യായത്തിനകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവിടെ എന്താണ്? അദ്ദേഹം 1005-ലധികം പാട്ടുകൾ എഴുതിയിട്ടുണ്ട് എന്ന് അവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഉത്തമഗീതം പോലെ തന്നെ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന 1005-ലധികം പാട്ടുകളുണ്ട് എന്നും അവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇനി ഈ ഉത്തമഗീതത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ എന്താണ്? നമ്മൾക്കറിയാം ഈ ഉത്തമഗീതം എന്ന് പറയുമ്പോൾ അതൊരു ബ്രൈഡും ഗ്രൂമും അല്ലേ, എന്ന് വെച്ചാൽ ഒരു ഭാര്യ ഭർത്തൃബന്ധം, അല്ലെങ്കിൽ അതെന്താണ്, ഒരു ഭാര്യ ഭർത്തൃബന്ധത്തെയാണ് ഇത് മെയിനായിട്ട് എടുത്തു കാണിക്കുന്നത്. ഇനി ഈ ഭാര്യ ഭർത്തൃബന്ധം എന്ന് പറയുമ്പോൾ അത് മാത്രമാണോ? അല്ല. ആ പഴയ കാലഘട്ടത്തിലോട്ട് വന്നു കഴിയുമ്പോൾ ഇസ്രയേലും അല്ലെങ്കിൽ യെരുശലേമും ദൈവവും തമ്മിലുള്ള ബന്ധം അല്ലേ, അതവിടെ കുറിക്കുന്നു. ഇനി അതുകൂടാതെ പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോഴോ യേശു ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെ മണവാട്ടി സഭ എന്നാണ് പറയുന്നത് അല്ലേ. ആ ബന്ധത്തെ അവിടെ ചിത്രീകരിച്ച് എടുത്തു കാണിക്കുന്നതാണ് ഈ ഉത്തമഗീതം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഉത്തമഗീതത്തിനകത്ത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത് എന്താണ്? നിർമ്മലയായ ഒരു വധു അല്ലേ, ഒരു സാധാരണ വധുവല്ല. ആ വധുവിനെ എന്തിനാണ് ഉപമിച്ചിരിക്കുന്നത്? ആ വധുവിനെ ഉപമിച്ചിരിക്കുന്നത് ഫറവോന്റെ രഥത്തിന് കെട്ടുന്ന പെൺ കഴുതയോടാണ്. എന്താണ് ഈ ബ്രൈഡിനെ അല്ലെങ്കിൽ ഈ ഒരു വധുവിനെ ഉപമിച്ചിരിക്കുന്നതെന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ ഫറവോന്റെ രഥത്തിന് കിട്ടുന്ന പെൺകഴുതയുടെ പ്രത്യേകത എന്താണ്? അത് സാധാരണ ഒരു പെൺകഴുതയല്ല, അത് ഏറ്റവും അഴകുള്ള ഒരു പെൺകഴുതയാണ്. ഇനി അതുകൂടാതെ അത് വെൽ ട്രെയിൻഡ് ആണ്. പിന്നെ എന്താണ്? അതിന് മറ്റുള്ളവരെ ആകർഷിക്കുവാനുള്ള ഒരു 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 ഘടന അതിനുണ്ട്. ഇനി അതുകൂടാതെ എന്താണ്? അതിന് ഭയങ്കര ബുദ്ധിയാണ്, ഭയങ്കര ട്രെയിൻഡ് ആണ്. അപ്പോൾ ബുദ്ധി ഉള്ളതിന് എന്ന് വെച്ചാൽ എങ്ങനെ മനസ്സിലാക്കുന്നത്? അതിനെ ട്രെയിൻ ചെയ്ത് കഴിയുമ്പോൾ ആ ട്രെയിനിങ്ങിനകത്തും അത് മികവ് തെളിയിച്ചതായിരിക്കണം. അപ്പോൾ അത്രയും ബുദ്ധിയുള്ള കഴുതേനെയാണ് എങ്ങോട്ട് എടുക്കുന്നത്? കുതിരേനെയാണ്, കഴുതയല്ല കുതിരേനെയാണ് എങ്ങോട്ട് എടുക്കുന്നത്? ഈ ഫറവോന്റെ രഥത്തിന് കെട്ടുവാനായിട്ട് എടുക്കുന്നത്. എന്ന് വെച്ചാൽ സെലക്റ്റീവായിട്ടുള്ള, അത്രയും അട്രാക്റ്റീവായിട്ടുള്ള പെൺകഴുതകളിൽ വെച്ചിട്ട് ശ്രേഷ്ഠയായതിനെയാണ് എങ്ങോട്ട് എടുക്കുന്നത്? ഫറവോന്റെ രഥത്തിന് കെട്ടുവാനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. എന്ന് പറയുന്നത് പോലെ തന്നെ ആണ് ദൈവം ആരെക്കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്? ഇസ്രയേലിനെ അല്ലെങ്കിൽ യെരുശലേമിനെ കുറിച്ച് ദൈവത്തിൻ്റെ കൺസെപ്റ്റ് അങ്ങനെയാണ്. ദൈവം ആ രീതിയിലോട്ട് മോൾഡ് ചെയ്യുവാനാണ് ഇസ്രയേലിനെ ദൈവം പഴയ നിയമത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ മോൾഡിങ് അങ്ങനെയാണ് അല്ലേ. എന്ന് വെച്ചാൽ എല്ലാം തികഞ്ഞ ഒരു സഭയാക്കി, അല്ലെങ്കിൽ എല്ലാം തികഞ്ഞ ഒരു വധുവായിട്ടാണ് ആരും ദൈവം പഴയ നിയമത്തിലെ ഇസ്രയേലിനെ അല്ലെങ്കിൽ യെരുശലേമിനെ കാണുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. ഓക്കെ, ഇനി പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധവും അതുപോലെ തന്നെയാണ്. എന്താണ്? നിർമ്മല കന്യക അല്ലേ, നിർമ്മല കന്യകയായിരിക്കണം. പിന്നെ ആ വധുവിൻ്റെ സവിശേഷതകളൊക്കെ നമ്മൾക്ക് പുതിയ നിയമത്തിൽ കാണുവാനായിട്ട് കഴിയും അല്ലേ. പിന്നെ അതിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത എന്താണ്? ഈ വധു എന്ന് പറയുന്നത് ഈ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭ എന്ന് പറയുന്നത് അത് മറ്റാർക്കും വേണ്ടിയിട്ട് ഉള്ളതല്ല. അത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ക്രിസ്തുവിന് വേണ്ടി മാത്രമുള്ള മണവാട്ടി സഭ. അതുപോലെ തന്നെ ആയിരിക്കണം ഒരു ഭാര്യ ഭർത്തൃബന്ധവും അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഈ ഭാര്യ എന്ന് പറയുന്നവൾ ആർക്ക് മാത്രമുള്ളതായിരിക്കണം? ഭർത്താവിന് മാത്രമുള്ളതായിരിക്കണം. അതുപോലെ ഭർത്താവും ആർക്ക് മാത്രമുള്ളതായിരിക്കണം? ഭാര്യയ്ക്ക് മാത്രമുള്ളതായിരിക്കണം. ഇതൊക്കെയാണ് ഇതിനകത്ത് എടുത്തു കാണിക്കുന്നത്. അതായത് ഉത്തമഗീതത്തിലൂടെ നമ്മളുടെ മുൻപിലോട്ട് എടുത്തു വെക്കുന്നത് എന്താണ്? ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം, അതുപോലെ ഭാര്യ ഭർത്തൃബന്ധം. ഇത് രണ്ടുമാണ് ഇതിനകത്തൂടെ നമ്മൾക്കിവിടെ എടുത്തു കാണുവാനായിട്ട് കഴിയുന്നത് അല്ലേ. അപ്പോൾ ശലോമോൻ രാജാവ് അങ്ങനെയാണ് അവിടെ കുറിച്ച് വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ഭാര്യ എങ്ങനെ ആയിരിക്കണം എന്ന് വെച്ചാൽ അദ്ദേഹം ലവറെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഭാര്യയെക്കുറിച്ച് തന്നെയാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ യൗവന കാലത്ത് അദ്ദേഹം വീണ് കിടന്നപ്പോഴല്ല, അതിന് മുൻപേ എഴുതിയതെന്നാണ് വചന പണ്ഡിതന്മാർ പറയുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കൺസെപ്റ്റ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ജ്ഞാനത്തിൽ നിന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. അതായത് ബ്രൈഡ് എന്ന് പറയുന്നത് എപ്പോഴും ഭർത്താവിന് കീഴടങ്ങിയിരിക്കുന്നവളായിരിക്കണം. അവളെപ്പോഴും ഭർത്താവിനെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്നവളായിരിക്കണം. ഭർത്താവിന് വേണ്ടി തന്നെ അലങ്കരിക്കുന്നവളായിരിക്കണം. ഭർത്താവിന് വേണ്ടി തന്നെ സൂക്ഷിക്കുന്നവളായിരിക്കണം എന്നുള്ളതൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെയും അതെ, ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധവും അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ
കറ വാട്ടം ചുളുക്കമില്ലാത്ത മണവാട്ടി സഭയെ എടുക്കുവാനായിട്ടാണ് ആര് വരുന്നത്? കർത്താവ് വരുന്നതല്ലേ. എന്ന് വെച്ചാൽ ആ മണവാട്ടിക്ക് എന്തുണ്ടാകാൻ പാടില്ല? കറയുണ്ടാകാൻ പാടില്ല, വാട്ടമുണ്ടാകാൻ പാടില്ല, ചുളുക്കമുണ്ടാകാൻ പാടില്ല. എന്ന് വെച്ചാൽ ലോകത്തിലെ ഒരു മാലിന്യങ്ങളും പറ്റാതെ തന്നെ ശുദ്ധീകരിക്കുന്ന ഒരു മണവാട്ടിയെ എടുക്കുവാനാണ് ആര് വരുന്നത്? കർത്താവ് വരുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കുക, കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കറ വാട്ടം ചുളുക്കം ഇല്ലാത്ത, മാലിന്യമില്ലാത്ത ഒരു വ്യക്തികളായിട്ട് നമ്മളെ രൂപപ്പെടുത്തി എടുക്കുവാനുള്ള ആഹ്വാനമാണ് ഈ ഉത്തമഗീതത്തിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ പ്രായോഗിക ജീവിതത്തിലും വിവാഹിതരായിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടും പ്രത്യേകമായൊരു ഉപദേശം ഇതിനകത്ത് നമ്മൾക്ക് കാണാം അല്ലേ. എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വേണ്ടി തന്നെ അലങ്കരിക്കുന്നവരായിരിക്കണം. ഭർത്താവിന് വേണ്ടി തന്നെ എന്താണ്? സൂക്ഷിക്കുന്നവളായിരിക്കണം. ഭർത്താവിന് വേണ്ടി മാത്രമുള്ളവളായിരിക്കണം. അതുപോലെ ഭർത്താക്കന്മാരും ഭാര്യയ്ക്ക് വേണ്ടി മാത്രമുള്ളതായിരിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾക്കറിയാമല്ലേ, പലരും എന്താണ് പല ബന്ധങ്ങളിലേക്ക് ഓടി പോകുന്നവരുണ്ട്. അതിനകത്ത് നമ്മുടെ ക്രിസ്ത്യാനികളും പുറകോട്ടല്ല അല്ലേ. ക്രിസ്ത്യാനികൾക്ക് ബൈബിളിനകത്ത് ഭാര്യ ഭർത്തൃ ബന്ധത്തെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. എഫേസ്യ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട്, എഫേസ്യ ലേഖനത്തിലും കൊരിന്ത്യ ലേഖനത്തിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ എഫേസ്യ ലേഖനത്തിലാണ് ഇത് രണ്ടിനെയും ഉപമിച്ചിരിക്കുകയാണ്. യേശുക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെ ഭാര്യാഭർത്തൃ ബന്ധമായിട്ട് ഉപമിച്ചു വെച്ചിരിക്കുകയാണ് എഫേസ്യ ലേഖനത്തിൽ. അപ്പോൾ ഇതൊക്കെ എന്തിനെയാ സൂചിപ്പിക്കുന്നത്? ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ക്രിസ്തു അത്രത്തോളം ഒരു കുടുംബജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടല്ലേ. അത് നമ്മൾക്കറിയാം, മത്തായിയുടെ സുവിശേഷത്തിലൊക്കെ അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ യേശുക്രിസ്തു സഭയ്ക്ക് കൊടുക്കുന്നത് പോലെ തന്നെയുള്ള പ്രാധാന്യം എന്തിനും കൊടുക്കുന്നുണ്ട്? കുടുംബജീവിതത്തിനും കൊടുക്കുന്നുണ്ടല്ലേ. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്? മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു കുടുംബസ്ഥനാക്കി ആദത്തിനെ അല്ലേ, കുടുംബസ്ഥനാക്കി. ഹവ്വ എന്ന സ്ത്രീയെ കൊടുത്ത് കുടുംബസ്ഥനാക്കി. അതുപോലെ തന്നെ അവർക്ക് പിന്നീട് അങ്ങോട്ട് നമ്മൾക്കറിയാം കുഞ്ഞുങ്ങളെ കൊടുത്തു. ഇതൊക്കെ ദൈവം ഒരു കുടുംബജീവിതത്തിന് കൊടുക്കുന്ന പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നതാണ്. അതുപോലെ തന്നെയാണ് ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം. ആ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം പോലെ തന്നെ പവിത്രവും നിർമ്മലവുമായിരിക്കണം കുടുംബജീവിതം എന്ന് നമ്മൾക്ക് ഇവിടെ ബോധ്യപ്പെടുത്തി തരികയാണ്. അപ്പോൾ അതിൻ്റെ ഉദാഹരണം പോലെ, അല്ലെങ്കിൽ അത് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നതാണ് എന്ത്? ഉത്തമഗീതത്തിലൂടെ ശലോമോൻ രാജാവ് അല്ലേ. ശലോമോൻ രാജാവ് ദൈവിക ജ്ഞാനത്തിൽ നിന്നാണ് ഇത് എഴുതിയിരിക്കുന്നതല്ലേ. അപ്പോൾ ഓർക്കുക, ഇന്നും ഒരുപാട് പാട്ടുകാരൊക്കെ ഉണ്ട്. നമ്മൾക്കറിയാം, ആദ്യ കാലഘട്ടങ്ങളിലും ഒരുപാട് പാട്ടുകൾ എഴുതിയവരുണ്ട്, ഇന്നും പാട്ടുകൾ എഴുതുന്നവരുണ്ട്. അവരൊക്കെ എന്താണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിയോഗം പ്രാപിച്ച് പാട്ടുകൾ എഴുതുന്നവരുണ്ട്. എന്നാൽ ഒരു കൂട്ടം ആൾക്കാർ ഇവരെഴുതിയിരിക്കുന്ന, അതായത് ദൈവിക നിയോഗത്താൽ എഴുതപ്പെട്ടിരിക്കുന്ന പാട്ടുകളെ കോപ്പി അടിച്ച്, കുറേ പാട്ടുകളിൽ നിന്ന് 1-2 ലൈനുകളൊക്കെ കോപ്പി അടിച്ച് സ്വന്തമായിട്ട് പാട്ട് എഴുതുന്ന കള്ളപ്പാട്ടെഴുത്തുകാരും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. ഇനി മറ്റുള്ളവർ എഴുതി നന്നായിട്ട് ഈണം കൊടുത്തിരിക്കുന്ന സോങ്ങുകളെയൊക്കെ മാറ്റിക്കളഞ്ഞിട്ട് വികലമായ ഏതാണ്ടൊക്കെ രീതിയിൽ അതിനെ ട്യൂൺ കളയുന്ന പാട്ടുകാരും ഇന്ന് ക്രിസ്ത്യൻ പാട്ട് ഗോളത്തിൽ ഉണ്ട്. ഓക്കെ, അത് അവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ശലോമോൻ രാജാവ് എഴുതിയിരിക്കുന്നത് പോലത്തെ പാട്ടുകൾ 1005-ലധികം പാട്ടുകൾ ആരാണ്? ശലോമോൻ രാജാവ് എഴുതിയിട്ടുണ്ട് അല്ലേ. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾക്കത് കണ്ടതാണ്. അപ്പോൾ ഇത്രയും ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ രാജാവിനെ കഴിഞ്ഞും വലിയ പാട്ടുകാരൊന്നും വലിയ പാട്ടെഴുത്തുകാരൊന്നും ഇന്ന് ഇല്ല അല്ലേ. കാരണം ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവം അതാ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ശലോമോൻ രാജാവ് ജ്ഞാനികളിൽ ജ്ഞാനിയാണ്, അതിനെ കഴിഞ്ഞും ജ്ഞാനമുള്ള ഒരാളില്ല എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിലും വലിയ പാട്ടെഴുത്തുകാരൊന്നുമില്ല. അതുകൊണ്ട് ഓർക്കുക, നമ്മളുടെ പാട്ടുകളൊക്കെ എങ്ങനെയുള്ളതായിരിക്കണം? ജ്ഞാനമുള്ളതായിരിക്കണം. എന്ന് വെച്ചാൽ ജ്ഞാനം എന്ന് വെച്ചാൽ എന്താണ്? ദൈവികമായ ജ്ഞാനം, ദൈവികമായ വിസ്ഡത്തോടു കൂടി എഴുതുന്ന പാട്ടുകളായിരിക്കണം. അതാണ് എന്ത് ചെയ്യത്തുള്ളൂ? രൂപാന്തരം വരുത്തത്തുള്ളൂ എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു അല്ലേ. എത്രയോ പാട്ടുകളുണ്ട്. നമ്മൾ തകർന്നും തളർന്നും ഇരിക്കുമ്പോൾ നമ്മളെ ബലപ്പെടുത്തുവാൻ ദൈവം നമ്മളുടെ മനസ്സിലോട്ട് തരുന്ന എത്ര പാട്ടുകളല്ലേ. എപ്പോഴും ദൈവശബ്ദം കേൾപ്പിക്കുകയാണോ ചെയ്യുന്നതല്ല. ചിലപ്പോൾ ചില പാട്ടുകളിലൂടെയാണ് ദൈവം സംസാരിക്കുന്നതല്ലേ. എത്രയോ പാട്ടുകളിലൂടെ ദൈവം നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ദൈവികമായൊരു ജ്ഞാനം പ്രാപിച്ച് പരിശുദ്ധാത്മാവിൽ പ്രാപിച്ച് എഴുതിയ പാട്ടുകളാണ്. അല്ലാതെ ഇന്നത്തെ തട്ടിക്കൂട്ട് പാട്ടുകളൊക്കെ ആരോടെങ്കിലും എഴുതി ഇടപെട്ടിട്ടുണ്ടോ? ഇല്ല. അതൊക്കെ ദൈവനിയോഗത്താൽ എഴുതപ്പെട്ട പാട്ടുകൾ തന്നെ ദൈവം നമ്മളോട് ഇടപെടാറുള്ളൂ അല്ലേ. അപ്പോൾ ഓർക്കുക, ഫൈനലി ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരാംശം ഇത്രയേ ഉള്ളൂ. ഉത്തമഗീതം നമ്മളുടെ മുൻപിൽ തുറന്നു വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് നമ്മളുടെ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം, കുടുംബത്തിൻ്റെ ബന്ധം, അതായത് നമ്മളുടെ ഭാര്യാഭർത്തൃവ് തമ്മിലുള്ള ബന്ധം, ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം, അതൊക്കെ നിർമ്മലമായിട്ട് കാത്തു സൂക്ഷിക്കണമെന്നാണ് ഉത്തമഗീതത്തിലൂടെ നമ്മൾക്കിവിടെ ആഹ്വാനം തരുന്നത്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം പോലെ തന്നെ നമ്മളുടെ കുടുംബജീവിതങ്ങളെ സൂക്ഷിക്കുവാൻ ദൈവം നമ്മൾക്ക് കൃപ തരട്ടെ. ഇന്നത്തെ
കാലഘട്ടത്തിൽ നമ്മൾക്കറിയാം കുടുംബജീവിതങ്ങളൊക്കെ തകർന്നുകൊണ്ടിരിക്കുമല്ലേ. അതിന് ഒരുപാട് ന്യായീകരണങ്ങൾ നമ്മൾക്ക് പറയുവാനുണ്ട് അല്ലേ. എന്തെങ്കിലും ഒരു നിസ്സാര കാര്യത്തിനും കുടുംബജീവിതം വിട്ടെറിഞ്ഞിട്ട് പോകുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾക്കറിയാം. നമ്മളതൊക്കെ ക്രിസ്ത്യൻ ഗോളത്തിലോട്ട് അധികം അത് കടന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് അത് ക്രിസ്ത്യൻ ഗോളത്തിലേക്കും കടന്നിട്ടുണ്ട്. അവിടെയൊക്കെ തളർന്നു പോകുന്ന കുഞ്ഞുങ്ങളുണ്ട് എന്നും കൂടെ നമ്മൾ മറക്കാതിരിക്കുക. അതുകൊണ്ട് ഉത്തമഗീതം നമ്മുടെ മുൻപിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്താണ്? കുടുംബജീവിതത്തിൻ്റെ പവിത്രതയും കുടുംബജീവിതത്തിൻ്റെ മഹാത്മ്യവും ഒക്കെ ഇതിലൂടെ നമ്മൾക്ക് ഒന്നും കൂടി ഓർമ്മിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഈ ഒരു സമയങ്ങളിൽ കുടുംബങ്ങൾ തകർന്നു പോകാതിരിക്കുവാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. അത് കുടുംബസ്ഥരായിരിക്കുന്നവരും അല്ലാത്തവരും ഒക്കെ പ്രാർത്ഥിക്കണം. നമ്മുടെ മാതാപിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ട് കുറേ വാർദ്ധക്യത്തിൽ എത്തിയിട്ട് പിരിയുന്നവരൊക്കെ ഉണ്ടല്ലേ. അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ വാർദ്ധക്യത്തിൽ എത്തിയിട്ട് വേറെ റിലേഷൻസ് തേടി പോകുന്നവരുണ്ട്. അതിനകത്ത് പാസ്റ്റർമാരും പുറകോട്ടല്ല, അച്ഛന്മാരും പുറകോട്ടല്ല, സാധാരണ വിശ്വാസികളും പുറകോട്ടല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് നമ്മൾക്ക് നമ്മളെ തന്നെ സൂക്ഷിക്കുവാനുള്ള ഒരു കൃപ ദൈവം തരട്ടെ എന്ന് നമ്മൾക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതിനായിട്ട് നമ്മൾക്ക് ശ്രമിക്കാം. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.